മാത്രമല്ല ഞാൻ പറഞ്ഞൊരു മകൻ എന്നുള്ള നിലയിൽ, അച്ഛൻ എന്നുള്ള നിലയിൽ ആദ്യം കാണുന്ന എൻ്റെ മകന്റെ മുഖമാണ്. എൻ്റെ മകനാണെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നതുപോലെ കടമൽ കുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല മണികണ്ഠൻ, എൻ്റെ മുമ്പിൽ മണികണ്ഠൻ ഇവിടെ ഉണ്ട്. മണികണ്ഠന്റെ അവസ്ഥയും വന്ന് അതിൽ വന്ന ഒരു ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ നമുക്ക് മുഖം കണ്ടാൽ ഭയം തോന്നുന്ന നിലയിലേക്ക് മാറിയിരുന്നു. വണ്ടിയിൽ ഇങ്ങനെ ആൾക്കാരെ ആശുപത്രിയിലേക്ക് എത്തിക്കുക, അതുപോലൊരു പ്രദേശത്ത്, ഗ്രാമീണ പ്രദേശ ആശുപത്രിയുടെ സൗകര്യങ്ങളൊക്കെ പരിമിതമാണ്. പക്ഷെ 100-120 പേര് ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരും. അങ്ങനെ ഒരു വലിയ ചലഞ്ച്, സത്യം പറഞ്ഞാൽ ഏറ്റവും ആശങ്ക തോന്നിയ ഒരു സന്ദർഭമാണ്. അങ്ങനെ ഒട്ടനവധി ചലഞ്ചസ് ഉണ്ട്. ഈ സമയത്തുള്ളെല്ലാം പറഞ്ഞ് ബോറടിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളത് തോന്നുന്നു. നമസ്കാരം. ലാലേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് പടം ചെയ്തപ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം, ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് നമുക്കൊപ്പം ഷെയർ ചെയ്യാമോ? പ്രത്യേകിച്ച് ഒരു ഇൻസിഡന്റ് ആയിട്ട് എടുത്ത് പറയാനില്ല. എൻ്റെ സിനിമ തന്നെയാണ് അനുഭവം. കണ്ടത് നിജം, കാണാതെ കണ്ടതെല്ലാം ഇനിയാണ് നിജം എന്ന് മനസ്സിലാക്കുന്ന ഒരു അനുഭവം. അങ്ങനെ എനിക്ക് പറയുന്നത്. പറഞ്ഞില്ലേ, ഇവർ തമ്മിലുള്ള ഏത് ലാംഗ്വേജിലാണ് സംസാരിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കഥ പറഞ്ഞ് തുടങ്ങിയപ്പോൾ മുതൽ 10 മിനിറ്റിന് കഥ തീർന്നു. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്ന ആ ആശയം ഒരു വലിയ കഥയായി മാറുകയാണ്. ത്രൂ ഔട്ട് ദ മൂവി ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലേക്കുള്ള ഒരു ഇൻട്രാക്ഷൻ ഞാൻ കാണുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ഒരു ലാംഗ്വേജിൽ കൂടി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അനായാസമല്ല. Thank you very much, sir. Thank you so very much. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ സിനിമ വരുമ്പോൾ we can expect magic in your movies. Thank you so much. Can you see it? എനിക്ക് കഴിഞ്ഞ 20 വർഷമായിട്ട് അറിയാവുന്നവരാണ്. ഞങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ടിങ് എന്ന് പറയുന്നത് സൗഹൃദം ആണ്. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സൗഹൃദമാണ്. പിന്നെ ഒരേപോലെയുള്ള ചിന്തകളുണ്ട്, കഥകൾ ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതെല്ലാം കൂടിയാണ്, കലയും സൗഹൃദവും കൂടിയുള്ളൊരു ബ്ലെൻഡാണ്. So as a director, you see it evolving with each movie, അല്ലേ? അതെ. Anything else നമ്മളോട് എല്ലാവരും പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു മൂവിനെ കുറിച്ചോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇത് സത്യത്തിലൊരു വലിയ എക്സൈറ്റ്മെന്റ് ആണ്. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2 വയസ്സുള്ളപ്പോൾ, എനിക്കും ലിജോക്കൊക്കെ ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. 2 വയസ്സുള്ളപ്പോൾ സിനിമയിൽ വന്ന ഒരാളാണ് ലാലേട്ടൻ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ ഞങ്ങൾ 40+കാരാണ്. ഏതാണ്ട് 44-45 ആണ്. അപ്പൊ ഇത്രയും കാലം സിനിമയിൽ നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ട് പരിചയിച്ചൊരു പ്രതിഭാസം എന്ന് പറയുന്ന ഒരാളുടെ കൂടെ വർക്ക് ചെയ്തു. ലിജോ ഞാനും ഒരുമിച്ച് 3ാമത്തെ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ, ലാലേട്ടൻ്റെ കൂടെ നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നു. അതിലുപരി ഒരു വലിയ ഗ്രൂപ്പിൻ്റെ കൂടെ, എല്ലാ തരക്കാരുമായിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പിൻ്റെ കൂടെ ഏതാണ്ട് 1 വർഷത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ സിനിമയുടെ വർക്ക് തുടങ്ങിയിട്ട് 1.5 വർഷമായി. 1 വർഷം സിനിമ ഷൂട്ട്, ഏതാണ്ട് 6 മാസത്തോളം ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. കഥ ഡെവലപ്പ് ചെയ്യാനും സ്ക്രിപ്റ്റ് എഴുതാനും ഒക്കെ ആയിട്ട്. പൂർണ്ണമായിട്ടും ഇത് ലിജോയുടെ കോൺസെപ്റ്റും അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റുമാണ്. ഞാൻ ഇതിനോട് ചേർന്ന് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. Thank you very much. താങ്ക് യു. Thank you very much. Thank you very much for coming here. ഹരീഷ് ഏട്ടൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ലാലേട്ടൻ്റെ കൂടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ വിത്ത് എ ഹാർട്ട് ഫെൽറ്റ് മെസ്സേജ്. ആൻഡ് ആ പോസ്റ്റ് ഭയങ്കര വൈറലായി, ബിക്കോസ് എവറിബഡി കുഡ് കണക്ട് വിത്ത് ഇറ്റ്. ഹരീഷ് ഏട്ടൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നമ്മൾ എല്ലാവരും ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വി വുഡ് ബി മോർ ദൻ ഹാപ്പി ടു ഹിയർ ഫ്രം യു. സിനിമയെ പറ്റി പറയുമ്പോൾ ഒരു ഇരട്ടി മധുരമാണ് എന്നെ സംബന്ധിച്ചത്. കാരണം ഒരു അക്ഷയുടെ ഒരു ലോട്ടറി എടുത്ത് 1 കോടി അടിച്ചു എന്ന് വിചാരിക്കും ഒരാൾ. അപ്പൊ അതിൽ നിന്ന് ഒരു 200-300 രൂപ കൊടുത്ത ഒരാൾ ഒരു ബമ്പർ വാങ്ങും. അടുത്ത മാസത്തെ നടക്കിടന്ന് ആ ഓണം ബമ്പറും അയാൾ അങ്ങനെ
കാരണം പ്രിയൻ സാറിന്റെ ഓളവും തീരും. നമുക്കറിയാം മലയാള സിനിമയെ പി.എൻ. മേനോൻ സാർ വാതിൽ കുറച്ച് ചിത്രീകരണത്തിലേക്ക് മുഴുവനമായിട്ടും കേരളത്തിലേക്ക് പറിച്ചു നട്ട ഒരു സിനിമ. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സിനിമ. ആ സിനിമ വീണ്ടും എം.ടി. സാറിന്റെ 10 കഥകൾ 10 സംവിധായകർ റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ സിനിമ ഉൾപ്പെടുത്തി. അതിൽ നമ്മുടെ എപ്പോഴത്തെയും വലിയ സംവിധായകനായ പ്രിയൻ സാറിന്റെ സംവിധാനം ചെയ്തു. ആ സിനിമയിൽ മധുസാർ അവതരിപ്പിച്ച കഥാപാത്രം ലാലേട്ടൻ അവതരിപ്പിക്കുന്നു. ജോസ് പ്രകാശ് സാർ ചെയ്ത ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പ്രിയൻ സാർ ഒരു ദിവസം രാത്രി അപ്പൊ ആ സിനിമ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഒരു സന്തോഷം, അതാണ് ഞാൻ അക്ഷയ ലോട്ടറി എന്ന് ഞാൻ പറയുന്നത്. അതിന്റെ ഒരു സന്തോഷം എന്നെ സംബന്ധിച്ചോളം തീർന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലിജോ എന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ലിജോയുടെ ഈമയവും ചെല്ലിക്കെട്ടും ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഒരു നടന്മാരെപ്പോഴും അങ്ങനെ, നടി നടന്മാരൊക്കെ എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ഇയാളുടെ കൂടെ ചെയ്യണം എന്നൊക്കെ നമ്മളെ ഉള്ളിൽ ആഗ്രഹിക്കും. പക്ഷെ ചിലപ്പോൾ ചോദിക്കൽ കുറവായിരുന്നു. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ഒരു സംവിധായകനാണ് ലിജോ ഫിലിപ്സ്. അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ കോൾ എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ചെന്നൈയിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ 2 ദിവസം എന്ന് പറയുന്നത് ഒരു 2 മാസത്തേക്ക് ഒരു മീറ്റിംഗ് പോലെയാണ്. കാരണം ഇദ്ദേഹത്തിന് ഇത് എത്തണം, കേൾക്കണം, അതെന്താണെന്ന് അറിയണം, കഥാപാത്രം എന്താണെന്ന്, പിന്നെ വേറൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ ചെറായി ലിജോയെ കാണും. അപ്പോഴാണ് ഈ കഥാപാത്രത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നു ലിജോ എനിക്ക് വേണ്ടി കാത്തു വെച്ചത്. ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയും ഫുള്ളായിട്ട് യാത്രയും I just want to breathe. That's it. Nothing else. It is an honor beyond words to be standing in front of you. I'm thankful to the universe. Thankful to the person sitting right next to you as well. When I said universe, everyone includes, but this is not planned. But I wanted to say this. I just wanted to say thank you for being part of all our life in the way you have been. Personally, when it's personal, so it'll remain with me. Love you so much. Love you so much. And he parted towards the end. Sarna, few shots. Thank you, Lijo, for that. I mean, of course, it's not for me, but I'm saying that moment. I keep watching it again and again. That's it's a dream come true. Well, before I start shivering again, let's sing. Just 2 words. Thank you, Lijo. Thank you, Prashant, and thank you, so much. വന്നിട്ട് നിൽക്കുന്ന എനർജി ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? You make some noise, now. Thank you. ഈ പാട്ടാണ് ആദ്യമായിട്ട് മലൈക്കോട്ടെ വാലിബന്റെ പാട്ടായിട്ട് റിലീസ് ചെയ്തത്. So much of expectation ആയിരുന്നു. And again, നിങ്ങളെല്ലാവരും ലാലേട്ടൻ അവസാനം ബിരിയാണി ഷിപ്പ് പൊട്ടിക്കുന്നത് കണ്ടോ? കണ്ടോ? അയ്യോ, എന്താ ഇത്? കണ്ടോ? ഇഷ്ടപ്പെട്ടോ? Hello and welcome to Cochin. So good evening. How are you? Marathi industry. Wow. And Mathrala, she has choreographed for so many movies. How was it choreographing for Malayalam movie? This is going to be one of the biggest block office, right? It is an outstanding experience. First of all, good evening everybody, and thank you for giving such a huge applause for Sonali. She was really scared to do a solo dance. Generally we have dancers along with her, and thank you Lijo for letting
that I think Sonali had mentioned me. She had called me, Mati, I have received this film. Lijo saw Apsarani. That was a very beautiful number from that film. And she said, I'm doing this film with Lal sir, and we are all very excited, sir, because of course, though we work in Marathi, you know, to work in such a huge film was excitement. I came in picture because the genre of this style, dance form is very similar to Lavani, a Marathi dance form, and semi-classical. So thank you so much, everybody. Madhu sir, I'm missing Madhu sir today. He's our cinematographer who stood by me. And Kochuman sir, I remember my first call with him. Thank you. Thank you. And of course, I just did one song, but other songs are choreographed by Samant. So I would like to call Samant on stage, who helped me for this particular song also. And who also danced for us sometime. Yeah, and just now we performed with Diwali. So Samant, remove your specs and come. Show your act. Samant is the choreographer, main choreographer of all other songs. So Samant, this is your debut as a choreographer and debut in the Malayalam movie industry. So in this box office movie, how was your experience? How did you feel? Firstly, thank you everyone. Thank you, Lijo sir, first of all, for this amazing opportunity. Thank you, Lal sir. Again, the experience has been amazing. It's an honor. Thank you, Fulma ma'am, for all the knowledge that you have given me. This is the best. I felt lucky because the first day I met her and she threw all the knowledge at me, and I was like, I can do anything now. So that was amazing. And I can't express in words the gratitude that I feel. I thank my lovely family, my wife and my son for believing in me and believing in my talent and supporting me. And finally, Malaikoti Valiban has taught me something that I will always keep with me. If you decide to do something, you can do it. And you will do it. Thank you, Malaikoti Valiban, for that lesson. And thank you, everyone. Thank you very much. Thank you both of you. I don't want you to go back because we're going to have Sonali with us on the stage. Ladies and gentlemen, let's hear it first. Thank you very much. This was the hug we were all waiting for. The earring as well. Jhumka gira re. You want to dance once more? Should I dance once more? Of course, everyone will say yes for sure. I think we should watch what happens in the film. So I will leave once more and many more times for you all to go and watch the cinema on the big screen. Enjoy this song and the rest of the film. Sonali is saying that this is your first South Indian language movie. So how was it working with a hit maker Lijo sir and the legendary Lalaton? How was it? Unreal, surreal, unbelievable. Although I've done some films back home, coming out of your comfort zone into a new world altogether is a huge challenge. But Lijo sir he just flows like water, and he lets everyone in the flow and the journey, and you don't know what you end up doing. So we all surrendered to his vision, his magic on screen, and trust me, what you're going to witness from the 25th of Jan is something that we in Indian cinema have not witnessed. So this journey has been like a dream come true. Along with that, or I think it all becomes even more grand with Mohanlal sir. He is the most wonderful co-star that anyone can have. He's so talented, so down to earth, and he's such a supporter for everyone who's performing, because most of us are working in this industry for the first time. And he was there on the set making sure that we're all doing our best, we're all comfortable, we're all confident. So sir, you're amazing. I was a fan of your work, but now I'm a fan as a person, as a co-star. And Lijo sir is like a maker that Indian cinema is going to look forward to. So even back in Bombay, we have huge fans of his work, whether it's this Jallikattu or Rangamali Diaries. We have huge fans of his, and not just in Mumbai, but the whole country and the whole world is going to witness his creation in the coming years for sure. Along with that, I want to thank Kochuman sir who cast me, or he called me, or he made everything so comfortable. You know, when you work in an industry which is outside of yours, you need that support and comfort zone. So which Kochuman sir, Shiku sir, Achu, Max Lab,
Jacob, everybody made sure that we were like a one big, huge family shooting in Rajasthan over a year. But I'm thankful for this opportunity, and I think this dance performance was inspired from Apsara Ali, which Lijo sir is a fan of, and we tried to recreate that magic in Malayalam cinema, not just in Malayalam, but Tamil, Telugu, Kannada, and Hindi. I hope people will like it, and people will love the film for sure, and I can't wait to buy the first ticket and watch the film at first 6:30 a.m. that you watch. Yeah, I want to witness it with the fans and the whole euphoria. So, yeah, I can keep on talking. Thank you so much, and we would love to keep hearing you. And welcome to the Malayalam Film Fraternity. Thank you. We're blessed to have you, and it was wonderful watching you perform. Thank you so much. Thank you so much. കണ്ടത് നിജം കാണാതെ പോയി, നീ കണ്ടതെല്ലാം പോയി, എന്നെ കാണാൻ പോവതാ നിജം. Thank you so much. Lalit, it's so great to have you here. Thank you very much. Carrying your 45 years in a Kodal, you've always been fascinating all of us. Lalit, performance vechitor, you are a celebrated actor and the star, not just in Malayalam, not just in Kerala, but across the globe. The best of technicians, the best of directors, എല്ലാവരും കൂടെ perform ചെയ്തിട്ട് പോലും, you say this movie has something that the world has not seen. What about this movie makes you say this statement? Good evening. എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായനം തരുന്നു. ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ സിനിമ ചില സിനിമകൾ സംഭവിക്കുന്നതാണ്. എല്ലാ സിനിമയും നമ്മൾ തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമയും. ഈ സിനിമയും അങ്ങനെ തുടങ്ങിയ സിനിമ. ലിജോയെ എനിക്ക് വളരെ നാളായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വളരെ നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന്. എന്നെ വളരെയധികം ഇഷ്ടമായിരുന്നു. ലിജോ സിനിമയിൽ വന്ന കാലം നല്ലറിയാം. ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ ഷെയർ ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് അത് നടന്നില്ല. ആ നടക്കാത്തത് ഇങ്ങനെ ഒരു സിനിമ നടക്കുന്നു എന്നത് മുൻകൂട്ടി ദൈവം വിചാരിച്ചുകൊണ്ടായിരിക്കും. സത്യസന്ധമായി താങ്ക് യു ഷിബു, കൊച്ചുമോൻ, അനുമോൻ, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ അറിഞ്ഞോ അറിയാതെ ഇന്ന് ഈ സിനിമ തുടങ്ങിയിട്ട് 1 വർഷമായ ദിവസമാണ്. 1 വർഷമായി ഞങ്ങൾ ഈ സിനിമയാണ് തുടങ്ങിയത്. 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പുറകിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി, എന്തായിരിക്കും ഈ സിനിമ. ഒരു കഥ പറഞ്ഞു. ആ കഥയിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ ആ കഥ പോയി. പിന്നെ ആ കഥ ഒരു വലിയ ക്യാൻവാസിലേക്ക് മാറുകയാണ്. ഇതിന് കാലദേശങ്ങളില്ലാത്തൊരു സിനിമയാണ്. ഇതിന് ടൈം ആൻഡ് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. കൊച്ചിലെ ഇരിക്കുന്ന കുട്ടികൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങൾ കഥ കേട്ടാണ് തുടങ്ങിയിരുന്നത്. എൻ്റെ അമ്മയും അമ്മയും കൊച്ചിയും അമ്മയൊക്കെ കിടന്നുറങ്ങുന്ന ആ സ്നേഹവലയത്തിൽ ആ ഉറക്കി കേൾക്കുന്ന കഥകൾ കേട്ടാണ് ഞങ്ങളൊക്കെ വളർന്നിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഒരു കഥയാണ്, ഒരു ഫെയറി ടൈം, ഒരു ഫോക്ക് സ്റ്റോറി അല്ലെങ്കിൽ ഫേബിൾ പോലെയൊക്കെ ഒരു സിനിമ, ഒരു നാടോടി കഥയാണ്. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ അതിന് എല്ലാ ഇമോഷൻസും ഉള്ളൊരു കഥയാണ്. ഈ സിനിമയിൽ പ്രേമമുണ്ട്, പ്രണയമുണ്ട്, സൂര്യമുണ്ട്, റിവഞ്ചുണ്ട്, ഇമോഷൻസ് ഉണ്ട്, ദേഷ്യമുണ്ട്, പരിഹാസം എല്ലാം. അതിൻ്റെ ഉള്ളിൽ ഒരു ഫിലോസഫി. ഈ കണ്ടത് നിജം, കാണാത്തത് പോയി, ഈ കണ്ടതെല്ലാം പോയി കാണാൻ പോകുന്നത് നിജം എന്ന് പറയുന്നത് ഒരു വലിയ ഫിലോസഫിയാണ്. ആ ഫിലോസഫി എന്താണെന്ന് ഈ സിനിമ കാണുമ്പോഴേ അറിയാം. പിന്നെ ഈ സിനിമ വളരെ വലുതായപ്പോൾ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിനിമയല്ല, ഒരു മലയാള സിനിമയല്ല. അല്ലെങ്കിൽ തമിഴിൽ കണ്ടാൽ തമിഴ് സിനിമയായിട്ട് തോന്നണം, തെലുങ്കിൽ കണ്ടാൽ കന്നഡയിൽ കണ്ടാൽ ഹിന്ദിയിൽ കണ്ടാലൊക്കെ ആ സിനിമയായിട്ട് തോന്നണം.
രാജസ്ഥാനിലാണ് മെയിൻലി, പിന്നെ മദ്രാസ് ചിറ്റി ഫോർട്ട്. അതിന്റെ പ്രത്യേക കാരണം തന്നെ ഇത് എവിടാണ് എന്ന് നമ്മൾ പറയുന്നില്ല, ഇതൊരു കഥയാണ്. അതിലെ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവരും ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. കാരണം വളരെയധികം കഷ്ടപ്പാടുകൾ, ഇതൊരു എന്താ പറയേണ്ടത്, ഒരു ഏറ്റുപറച്ചിലല്ല, ഒരു കഷ്ടപ്പാടിൽ സഹിച്ചാണ് ഈ സിനിമ. കാര്യം ക്ലൈമറ്റ് വൈസ് വളരെയധികം പ്രയാസപ്പെടുത്തി ഞങ്ങളുടെ പൊടിക്കാറ്റുകൾ, പിന്നെ ഈ സിനിമയിലുള്ള പൊടി ഒക്കെ ഒരുപാട് പേര് ഹോസ്പിറ്റലായി. അതൊന്നും കംപ്ലൈൻ്റ് അല്ല, അതിൻ്റെ കൂടെ സഹകരിച്ച് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും, ആ സിനിമയുടെ ഭാഗമായ ഇതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആൾ വളരെയധികം നന്ദി പറയുന്നു. ഈ സിനിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതിലെ കാസ്റ്റിംഗ് ആണ്. ഇപ്പൊ ഇവിടെ നൃത്തം ചെയ്ത സൊനാലി ഒരു മലയാളിയിലുള്ള ഒരു ആക്ട്രസ്സാണ്. അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് വിജയുടെ കഴിവ്. ഇവിടെ ഇരിക്കുന്ന കഥ അല്ലെങ്കിൽ മനോജ്, ഹരീഷ് സാർ, അത് എല്ലാവരും, സുചിത്ര, ഓരോരുത്തരെ പറയാം. ചെറിയ റോള് ചെയ്ത മണികണ്ഠൻ, എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ചെറുകളായി പോലും രാജീവ് എൻ്റെ ഓരോരുത്തരായിട്ട് പറയുന്നില്ല. എല്ലാവർക്കും അവരുടേതായ റോളുകൾ ചെയ്യാൻ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റോളിന് വേറെ ആരെങ്കിലുമായിരുന്നെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് തോന്നുന്നത് തരത്തിൽ. വി ഹാവ് ലോട്ട് ഒരുപാട് ഫോറിൻ ആക്ടേഴ്സ്. അപ്പോൾ അതൊരു 12,000 പേരുള്ള പല ദിവസങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത്. മിനിമം 500 പേരെങ്കിലും ഈ സിനിമയുടെ എല്ലാ സെറ്റിലും ഉണ്ട്. തീർച്ചയായിട്ടും അതിനെ വളരെയധികം നന്നായിട്ട് ആ പ്രൊഡക്ഷൻ നോക്കി. ജോൺ, താങ്ക് യു ജോൺ. സിനിമയെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. ഇതിലെ എന്താ പറയേണ്ടത്, പിന്നെ ഇതിലെ ഗാനങ്ങൾ റഫീഖാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹമാണ് ഇതിൽ ഏറ്റവും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി, റാപ്പ് എന്നുള്ള പാട്ട്. വലിയ അവകാശവാദമൊന്നും ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇതിൽ പ്രവർത്തിച്ച എല്ലാവരും ഇന്ന് ഇവിടെ മിസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ക്യാമറമാനാണ്. ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഷോട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഒരു എക്സ്പീരിയൻസ് ആണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. എല്ലാ സിനിമയും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ സിനിമ അതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ സിനിമയാണ്. അതിൻ്റെ ഒരു കളർ പാറ്റേൺ അല്ലെങ്കിൽ അതിൻ്റെ കൊടുത്തിരിക്കുന്ന ഒരു വാം ടോണുകൾ, അതിലെ കോസ്റ്റ്യൂം, അതിൻ്റെ ലൊക്കേഷൻസ്, അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും, അതിൻ്റെ സെറ്റായ ഒരുപാട് കാര്യങ്ങൾ. സോ അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാര്യം ഒരു ആക്ടറിന് അങ്ങനത്തെ ഒരു കഥ കിട്ടുക എന്നുള്ളതൊരു ഭാഗ്യമാണ്. അതൊരു നല്ല സംവിധായകൻ്റെ കൂടെ നല്ലൊരു പ്രൊഡക്ഷൻ്റെ കൂടെ കിട്ടുക എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗ്യം. ഞാൻ സിനിമകൾ നിർമ്മിക്കുന്ന ആളാണ്, ഒരുപാട് സിനിമകൾ നിർമ്മിച്ചു. പക്ഷേ ഈ സിനിമയ്ക്കുള്ള ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ കഥാപാത്രം, അതിൻ്റെ അകത്തുള്ളൊരു ഫിലോസഫി. ഇപ്പൊ ഈ മലയക്കോട്ടെ ബാലമൻ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ, വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ആൾക്ക് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. അയാൾ നേരിടാവുന്ന പ്രശ്നം വളരെയധികം പറയട്ടെ രഹസ്യങ്ങളുള്ള ഒരു സിനിമ. ആ രഹസ്യം പരസ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 25-ാം തീയതി ഇതിനെ തിയേറ്ററിലേക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. നല്ല സിനിമയെ കൈകെട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് കേരളത്തിൽ. ഈ സിനിമയ്ക്ക് തന്നെ ഒരു ഹൈപ്പുണ്ട്. ഇത് മലയാള സിനിമയിൽ മാത്രം നിൽക്കേണ്ട, മലയാളത്തിൽ മാത്രം നിൽക്കേണ്ട സിനിമയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇത് എല്ലാ ഭാഷയിലും, ഒരുപക്ഷെ വിദേശത്ത് പോലും നമുക്കിതിനെ സബ്ടൈറ്റിൽ ചെയ്തിറക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഒരു മീഡിയയുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടെയും ആൾക്കാരുണ്ട്. ഈ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, എൻ്റെ കൊളീഗ്സിനും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു.